ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാല മുന്നൊരുക്കം. കോഴിക്കോട് ജില്ല സജീവമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. എല്ലാറ്റിലും ജനകീയ കാഴ്ചപ്പാട് പുലർത്തിയ നേതാവായിരുന്നു TP ദാസൻ എന്ന് മുൻ മന്ത്രി TP രാമകൃഷ്ണൻ. ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മൾ ശീലിക്കണമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി. അതിരാത്ര മഹായാഗത്തിന് നേതൃത്വം നൽകിയ ആചാര്യ ശ്രീ രാജേഷിന് കോഴിക്കോട് പൗരാവലിയുടെ ആദരവ്. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. മഴക്കാല മുന്നൊരുക്കം. കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം ചേർന്നു. കാലവർഷം നേരിടുന്നതിനായി ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സേവനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി അവരിലേക്ക് എത്തിക്കുന്നതിനുമാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നത്. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും മന്ത്രി ആവശ്യപ്പെട്ടു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാനതല യോഗത്തിന്റെ തുടർച്ചയായാണ് ജില്ലാതല യോഗമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പഴയ അനുഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഓരോ വർഷവും നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സും വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് അവലോകന യോഗത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ആ സാഹചര്യത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പ് ജില്ലയിൽ ഇന്ന് തയ്യാറാണ്. ആ രീതിയിൽ ഇന്ന് യോഗത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസം, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹനം തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കളക്ടർ S ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ്, റൂറൽ SP T ഫറാഷ്, ADM P അഖിൽ, അസിസ്റ്റന്റ് കളക്ടർ മാളവിക G നായർ, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ M സാജിദ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എല്ലാറ്റിലും ജനകീയ കാഴ്ചപ്പാട് പുലർത്തിയ നേതാവായിരുന്നു TP ദാസൻ എന്ന് മുൻ മന്ത്രി TP രാമകൃഷ്ണൻ. അന്തരിച്ച TP ദാസനെ അനുസ്മരിച്ച് കോഴിക്കോട് നഗരം. രാഷ്ട്രീയത്തിലും വികസനത്തിലും കോഴിക്കോടിന്റെ സമരോത്സുകവും ജനകീയവുമായ നേതൃത്വമായിരുന്നു TP ദാസൻ എന്ന് സർവകക്ഷി അനുശോചന യോഗം അനുസ്മരിച്ചു. കായികം, കല തുടങ്ങിയ മണ്ഡലങ്ങളിലും ദാസൻ കർമ്മോജ്വലമായ നേതൃത്വമായിരുന്നു. നഗരത്തിന്റെ സൗമ്യവും സഹൃദയാത്മകവുമായ മുഖമായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. പൗരാവലി സംഘടിപ്പിച്ച അനുശോചന യോഗം വിലയിരുത്തി. എല്ലാത്തിലും ജനകീയമായ കാഴ്ചപ്പാട് ദാസൻ പുലർത്തിയിരുന്നതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബദൽ സാമ്പത്തിക വ്യവസ്ഥ പോലെ സാധാരണ ജനങ്ങൾക്ക് സഹായം നൽകാൻ കഴിയാവുന്ന ഒരു പ്രസ്ഥാനമായി സഹകരണ മേഖലയെ വിപുലപ്പെടുത്തുന്നതിനുള്ള ഒരു വീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്റ്റാർ ഓട്ട് കമ്പനിയുടെ ചെയർമാനായി TP ദാസൻ
പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരു സാധാരണ തൊഴിലാളികളുടെ സ്ഥാപനമാണ്. അത്തരമൊരു സ്ഥാപനത്തെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ എങ്ങനെ വികസിപ്പിച്ചു കൊണ്ടുവരാം, ആ ദിശയിലൂടെയുള്ള പ്രവർത്തനമാണ് ദാസൻ നടത്തിയത്. ടൗൺ ഹാളിൽ കോഴിക്കോട് പൗരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മുഹമ്മദ് റിയാസ് MLA അധ്യക്ഷനായി. K. ജയന്ത് MLA, P. രഘുനാഥ്, K. മൊയ്തീൻ കോയ, TV ബാലൻ, അഹമ്മദ് ദേവർകോവിൽ, മനയത്ത് ചന്ദ്രൻ, ഡോക്ടർ K. മൊയ്തു, കട്ടയാട്ട് വേണുഗോപാൽ, സാലി കൂടത്തായ്, PR സുനിൽ സിംഗ്, PT ആസാദ്, ഡോക്ടർ PA ഹംസ, അഡ്വക്കേറ്റ് M. രാജൻ, NK അബ്ദുൾ അസീസ്, CP ഹമീദ്, A. പ്രദീപ് കുമാർ, തോട്ടത്തിൽ രവീന്ദ്രൻ, VKC മുഹമ്മദ് കോയ, ഡോക്ടർ ബീന ഫിലിപ്പ്, രതീഷ്, ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ എന്നിവർ സംസാരിച്ചു. മേയർ ഒ. സദാശിവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മൾ ശീലിക്കണമെന്ന് മാതാ അമൃതാനന്ദമയി. 2 ദിവസം നീണ്ടുനിന്ന വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവം സമാപിച്ചു. വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് പരിസമാപ്തി. മാതാ അമൃതാനന്ദമയെ കാണാനും അനുഗ്രഹം തേടാനും ആയിരങ്ങളാണ് എത്തിയത്. ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്താനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും നമ്മൾ ശീലിക്കണമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി പറഞ്ഞു. വിനയവും ക്ഷമയും സഹനവും വിശാല മനസ്കതയും ത്യാഗവും ഉണ്ടായാലേ ജീവിതം ധന്യമാകൂ. മനസ്സിന് എത്തിപ്പെടാൻ കഴിയാത്ത അനന്തതയാണ് ജീവിത യാഥാർത്ഥ്യം. അതുമായി ശ്രുതി ചേർക്കാനും പൊരുത്തപ്പെടാനും കഴിയുമ്പോഴാണ് ജീവിതത്തിന് സഫലത കൈവരുന്നത്. അമൃതാനന്ദമയി ദേവി പറഞ്ഞു. മറ്റെല്ലാ തീരുമാനം പോലെ സന്തോഷം ഒരു തീരുമാനമാണ്. ചിരിച്ചാലും കരഞ്ഞാലും സമയം പോകും. എന്നും വരട്ടെ സന്തോഷമായിരിക്കാം, എന്നും വരട്ടെ ധൈര്യമായിരിക്കാം. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല, പരമാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. ഒരു ബൂസ്റ്റർ വെക്കൂല, നമ്മൾ ഉയരങ്ങൾ കൊണ്ടെത്തിക്കും. ആ ഒരു ഭാവം മനസ്സിലുണർത്തിയെടുത്ത് ധൈര്യത്തോടെ വർത്തമാനത്തിൽ ശ്രദ്ധയോടെ കർമ്മം ചെയ്യാനും ബോധത്തോടെ വളരാനും കഴിയട്ടെ മക്കൾക്ക്, കൃപാനും മക്കളെല്ലാം. പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി നട്ടുപിടിപ്പിക്കാനുള്ള വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുദ്ധിന്റെ പ്രവർത്തകർക്ക് കൈമാറി. പിന്നീട് മാതാ അമൃതാനന്ദമയിയുടെ നേതൃത്വത്തിൽ ഭജന, ധ്യാനം എന്നിവയ്ക്ക് ശേഷം യജ്ഞവേദിയിൽ വന്നവർക്ക് ദർശനം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അതിരാത്ര മഹായാഗത്തിന് നേതൃത്വം നൽകിയ ആചാര്യ ശ്രീ രാജേഷിന് കോഴിക്കോട് പൗരാവലിയുടെ ആദരവ്. ആദരിക്കൽ ചടങ്ങ് ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വേദ പണ്ഡിതനും കാശിപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതിയുമായ ആചാര്യ ശ്രീ രാജേഷിനെ കോഴിക്കോട് പൗരാവലി ആദരിച്ചു. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്ന അതിരാത്ര മഹായാഗത്തിന് നേതൃത്വം നൽകിയതുൾപ്പെടെ വേദങ്ങളെ ജനകീയമാക്കിക്കൊണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്ത് ആചാര്യ ശ്രീ രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ആദരവ് നൽകിയത്. ഗോകുലം ഗ്രാൻഡിൽ നടന്ന ആചാര്യവന്ദനം പരിപാടി ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു.
എല്ലാ മത ആചാര്യന്മാരും മതമുണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? അവരുടെ അനുയായികള് ആത്മീയമായിട്ട് വിജയിക്കാനും ആത്മീയവും ഭൗതികവും ചേർന്ന് അവരുടെ ആത്മീയവും ഭൗതികവും റെയിൽപാളങ്ങളായി പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ നമുക്കൊന്നും എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അതാണ് എൻ്റെ ഗുരുദേവന്റെ ഒരു നയമാണത്. കാരണം നമ്മൾ ആത്മീയത്തിൽ ഉള്ള പോലെ തന്നെ ഭൗതികത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമ്മളെ പുതിയ തലമുറയെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് അതിന്റെ കാര്യം. കോഴിക്കോട് മേയർ ഒ സദാശിവൻ പ്രത്യേകം തയ്യാറാക്കിയ ശില്പം നൽകിയും കോഴിക്കോട് MP MK രാഘവൻ മൊമന്റോ നൽകിയും കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയന്ത് മംഗളപത്രം നൽകിയും ആചാര്യശ്രീ രാജേഷിന് ആദരവർപ്പിച്ചു. എയ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ നിത്യാനന്ദ കമ്മത്ത്, മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ PV നിതീഷ് എന്നിവർ പൊന്നാട അണിയിക്കുകയും ആശംസ അർപ്പിക്കുകയും ചെയ്തു. പരിപാടിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ആർക്കിടെക്ട് AK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AIMA കേരളം സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പൊയിലൂർ സ്വാഗതവും TBS പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ NE മനോഹരൻ നന്ദിയും പറഞ്ഞു. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, വത്സല ഗോപിനാഥ്, K ആനന്ദമണി, PV സുകുമാരൻ, അനിൽകുമാർ വള്ളിൽ എന്നിവരും സംസാരിച്ചു. ആചാര്യശ്രീ രാജേഷ് മറുമൊഴി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ തല സ്കൂൾ പ്രവേശനോത്സവം കണ്ണാടിക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സ്കൂൾ പ്രവേശനോത്സവം കോഴിക്കോട് കോർപ്പറേഷൻ തല ഉദ്ഘാടനം കണ്ണാടിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ വരുതൂരിൽ വെച്ച് നടന്നു. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പായസം വിതരണവും സദ്യവും ഉണ്ടായിരുന്നു. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രധാന അധ്യാപകൻ ഷിബു, ആശംസകൾ അർപ്പിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ അൻവർ, ഹരിത, വിദ്യാലയ വികസന സമിതി ചെയർമാൻ ഷാജി, SMDC മെമ്പർ ശ്രീ വേണുഗോപാൽ, ശ്രീ രഹന ടീച്ചർ തുടങ്ങി പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറ ജാഫർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിജുലാൽ, സ്കൂൾ പ്രധാനാധ്യാപകൻ ഷിബു മുത്താട്ട്, PTA പ്രസിഡന്റ് അൻവർ, പ്രീ സ്കൂൾ PTA പ്രസിഡന്റ് ഹരിത, വിദ്യാലയ വികസന സമിതി ചെയർമാൻ ഷാജി M, SMDC മെമ്പർ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സംഗീത അധ്യാപകൻ മണികണ്ഠൻ ചേളന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കുട്ടികളുമായി സംവദിച്ചു. രഹന ടീച്ചർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്ഷ്യമേഖലയിൽ മാതൃക തീർത്ത MP രമേശിന്റെ കൊച്ചിൻ ബേക്കറി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് പ്രകാശന കർമ്മം നിർവഹിച്ചു. കൊച്ചിൻ ബേക്കറി ഉടമ MP രമേശ് എഴുതിയ കൊച്ചിൻ ബേക്കറി എന്ന പുസ്തകം പുറത്തിറക്കി. കൊച്ചിൻ ബേക്കറി എന്ന് കേട്ടാൽ മലയാളിയുടെ നാവിൽ വെള്ളമൂറും, മനസ്സിൽ വിശ്വാസ്യത തുടികൊട്ടും. ഭക്ഷ്യമേഖലയിൽ വലിയൊരു മാതൃക തീർത്ത MP രമേശിന്റെ മധുരം കിനിയുന്ന ഓർമ്മകളും ജീവിത വഴിയിലെ വിജയക്കുതിപ്പിന് പിന്നിലെ അപ്പക്കൂടിന്റെ കനൽ കഥകളും സമയം കിട്ടുമ്പോഴൊക്കെ ഡയറികളിലും തുണ്ട് കടലാസുകളിലും കുറിച്ചു വെച്ചിരുന്നു. വിജയക്കുതിപ്പിന് എളുപ്പവഴികളില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് MP രമേശിന്റെ കൈയെഴുത്തുകൾ കൊച്ചിൻ ബേക്കറി എന്ന പേരിൽ പുസ്തകമായി ഇറക്കിയിരിക്കുകയാണ്. മുൻ MLA തോട്ടത്തിൽ രവീന്ദ്രൻ നൽകി മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K ബൈജുനാഥ് പ്രകാശനം ചെയ്തു. ആ പുസ്തകം വായിക്കപ്പെടേണ്ടതാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നത്, ഇന്ന് നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മറവി എന്നതാണ്. സ്വന്തം മാതാപിതാക്കളെ മറന്നുപോവുകയും സമൂഹത്തിൽ തന്നെ താനാക്കിയവരൊക്കെ ഒരു മടിയുമില്ലാതെ മറന്നു പോകുന്ന ഒരു തലമുറയിൽ തന്നെ താനാക്കിയവരെയൊക്കെ മറക്കാതെ ചേർത്ത് പിടിക്കുന്ന അദ്ദേഹം, എനിക്കറിയാം മധുവേട്ടനെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിപ്പിടിക്കുന്ന ആ സ്നേഹബന്ധം, അതുപോലെ എല്ലാവരെയും, കോഴിക്കോടിന്റെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും കോഴിക്കോടിനെയും രവിയേട്ടനെയും, അങ്ങനെ അദ്ദേഹത്തിന് ആരൊക്കെ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് കൈത്താങ്ങായിട്ടുണ്ടോ
അവരെയൊക്കെ ഹൃദയത്തിൽ കൊണ്ട് സൂക്ഷിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം വിളിച്ചോളുന്നു. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കവി PK ഗോപി, PP മുകുന്ദൻ, KR രഞ്ജിത്ത്, C ചാക്കുണ്ണി, MP രജുൽകുമാർ, ദേവദാസ് തായാട്ട്, MK രഞ്ജിത്ത്, PK പ്രകാശൻ, MT ഷൈജു എന്നിവർ സംസാരിച്ചു. എന്റെ വളർച്ച മുഴുവൻ കോഴിക്കോട് വന്നതിന് ശേഷമാണ്. അതിനകത്ത് ഒരു 15 കൊല്ലം എന്റെ മൂത്ത ഏട്ടന്റെ കൂടെ ബേക്കറി പണി പഠിക്കലായിരുന്നു. അതിനു മുമ്പ് 7 കൊല്ലം എന്റെ അച്ഛന്റെ കൂടെയും. അവരെടുത്ത് പഠിച്ചത് എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയ അവസരമാണ് കോഴിക്കോട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. ജയ് ട്രേഡേഴ്സ് MD KK ജയദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് നൽകി വരാറുള്ള നോട്ട്ബുക്ക് വിതരണം ഇത്തവണയും വിപുലമായി സംഘടിപ്പിച്ചു. തളി ക്ഷേത്ര പരിസരത്തുള്ള ഓപ്പൺ സ്റ്റേജിൽ നടന്ന ചടങ്ങ് ജയ് ട്രേഡ്സ് MD KK ജയദീപ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ എഴുതി പഠിച്ചുയരണമെന്നും വിവിധ തരത്തിലുള്ള ജോലിയിൽ പ്രവേശിക്കണമെന്നും KK ജയദീപ് പറഞ്ഞു. നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ഭക്തൻ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഐക്യം വേണം. ഇപ്പം ഏത് മതത്തിലാണെങ്കിലും സംഘടിതമായി നിൽക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട്, പരസ്പരം ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അത്തരം ബെനിഫിറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ നല്ലൊരു പ്രവൃത്തിയിൽ പങ്കാളിയാവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമായിട്ട് അവരും അത് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പദ്ധതിയിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹനുമാൻ സേന ഭാരത് സംസ്ഥാന ചെയർമാൻ AM ഭക്തവത്സലൻ അധ്യക്ഷനായിരുന്നു. മാതാജി അംബിക, ജിലി വിനീത്, ആനന്ദകൃഷ്ണൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. NM ഷനൂപ്, O കൃഷ്ണൻ, വായുപുത്രൻ, രത്നകല എന്നിവർ സംസാരിച്ചു. സുജിത്ത് വീരേമ്പ്രം, K ധനേഷ് എന്നിവർ നേതൃത്വം നൽകി. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതി ക്ഷേമ സമിതി കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പ്രതിസന്ധി മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കെതിരെ നടത്തുന്ന ജാതി അധിക്ഷേപം പൊതു ഇടങ്ങളിൽ വെച്ചാണെങ്കിൽ മാത്രമേ കുറ്റകരമാകൂ എന്ന സുപ്രീം കോടതി 2-അംഗ ബെഞ്ചിന്റെ വിധിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി വരുത്തണമെന്ന് പട്ടികജാതി ക്ഷേമനിധി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലായി നമ്മുടെ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ്, ആ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി പട്ടികജാതിക്കാർക്കും ദളിതർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തോത് വർദ്ധിച്ചു വരികയാണ്. എങ്ങനെയാണ് 98% പട്ടികജാതി അതിക്രമത്തിന്റെ പ്രതികൾക്ക് നിയമപരമായ സംരക്ഷണം കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം മാറുന്നത് എങ്ങനെയാണ്?
ഈ രാജ്യത്ത് പട്ടികജാതിക്കാരനെ ദളിതനെതിരായി രാജ്യക്രമത്തടയ നിരോധന പ്രേരണ കേസ് എടുത്തു കഴിഞ്ഞാലും ആ കേസിന്റെ സാക്ഷികളെ സംരക്ഷിക്കുന്നതിനോ ആ സാക്ഷികൾക്ക് കോടതിയിൽ പോയി മൊഴി നൽകുന്നതിനോ സാക്ഷിക്ക് അനുകൂലമായി FIR വളരെ കൃത്യമായി ഉണ്ടാക്കുന്നതിനോ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ ഒന്നും തന്നെ തയ്യാറാവുന്നില്ല. OM ഭരദ്വാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CM ബാബു അധ്യക്ഷനായിരുന്നു. M മിനി, PP രാജീവൻ, PT ബാബു, ഷാജി തച്ചയിൽ, KT ലിഖേഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രുതിസ്പർശം കാരുണ്യ പദ്ധതിയുമായി കണ്ണൂർ ആസ്റ്റർ മിംസ്. കേൾവി പരിമിതി അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്കാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് ശ്രുതിസ്പർശം പദ്ധതി നടപ്പാക്കുന്നത്. കേൾവി പരിമിതി അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യമായി കേൾവി ശക്തി വീണ്ടെടുത്തു നൽകുന്ന ശ്രുതിസ്പർശം പദ്ധതിയുമായി കണ്ണൂർ ആസ്റ്റർ മിംസ്. ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന അത്യാധുനിക കോക്ലിയർ ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചതിനോടനുബന്ധിച്ച് അർഹരായവർക്ക് സൗജന്യ നിരക്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും അതോടൊപ്പം 20 പേർക്ക് ഹിയറിംഗ് എയ്ഡും സൗജന്യമായി നൽകുമെന്ന് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാരും ആശുപത്രി അധികൃതരും ചേർന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രുതിസ്പർശം പദ്ധതിയിലൂടെ അർഹരായവരെ കണ്ടെത്തുന്നതിനായി ആസ്റ്റർ മിംസിലെ ENT വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 20 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രത്യേക നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. ENT വിഭാഗം ഡോക്ടർ രാമകൃഷ്ണൻ V, ഡോക്ടർ അക്ഷയ് VK, ഡോക്ടർ വിഷ്ണുദാസ് TV എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അർഹരായവരെ ശസ്ത്രക്രിയയ്ക്കും ഹിയറിംഗ് എയ്ഡ് നൽകുന്നതിനായി തിരഞ്ഞെടുക്കുക. കണ്ണൂർ ആസ്റ്റർ മിംസ് വിഭാവനം ചെയ്ത പദ്ധതിയിൽ ആസ്റ്റർ വോളണ്ടിയേഴ്സും ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് നടപ്പിലാക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ വിദഗ്ധ പരിചരണം സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ടെന്ന് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചിലവുകൾ പൂർണ്ണമായും സൗജന്യമാക്കുന്നത് വഴി കൃത്യമായ ആരോഗ്യ പരിപാലനം സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ മുഹമ്മദ് ഹസീം KV പറഞ്ഞു. ജൂൺ 1, 2026 മുതൽ ജൂൺ 20, 2026 വരെ നീണ്ടു നിൽക്കുന്ന പരിശോധനാ ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി 6235234000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡോക്ടർ അനൂപ് നമ്പ്യാർ, ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ രാമകൃഷ്ണൻ V, ഡോക്ടർ അക്ഷയ് VK, മുഹമ്മദ് ഹസീബ് KV തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല മുന്നൊരുക്കം കോഴിക്കോട് ജില്ല സജീവമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. എല്ലാറ്റിലും ജനകീയ കാഴ്ചപ്പാട് പുലർത്തിയ നേതാവായിരുന്നു TP ദാസൻ എന്ന് മുൻ മന്ത്രി TP രാമകൃഷ്ണൻ. ഉള്ളിലെ സ്നേഹത്തിന്റെ ഉറവ കണ്ടെത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മൾ ശീലിക്കണമെന്ന് മാതാ അമൃതാനന്ദമയി ദേവി. അതിരാത്ര മഹായാഗത്തിന് നേതൃത്വം നൽകിയ ആചാര്യശ്രീ രാജേഷിന് കോഴിക്കോട് പൗരാവലിയുടെ ആദരവ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.